ഏതായാലും ഞങ്ങൾ ഇന്ന് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞ്. ഞാനും റഷീദ് സാർ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ DTC റാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഇതിലെത്താൻ കാരണം ഞങ്ങൾ ഉമ്മർ ഉസ്താദാണ്. കാരണം ഉമ്മർ ഉസ്താദിന്റെ അടുത്തുനിന്ന് ഒരു പേസ്റ്റ് ഉമ്മർ ഉസ്താദ് വിജയിക്കാൻ വേണ്ടിയിട്ട്, ഉമ്മർ ഉസ്താദിന് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പേസ്റ്റ് വാങ്ങിയതായിരുന്നു ഞങ്ങള്. അങ്ങനെ ഈ ബിസിനസ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അങ്ങനെ ബിസിനസ്സിലേക്ക് വന്ന് ഒരു ദിവസം ഉമ്മർ ഉസ്താദിന്റെ വീട്ടില്, ഇക്ക ആദ്യം ഉമ്മർ ഉസ്താദുമായിട്ട് ബന്ധമുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം ഉമ്മർ ഉസ്താദിന്റെ വീട്ടില് ഇക്ക കൊറോണ സമയത്ത് പോയപ്പോ ഉമ്മർ ഉസ്താദിന്റെ മദ്രസ അധ്യാപകനായിട്ട് ജോലി ചെയ്യുമ്പോൾ ആ ജോലി നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുമ്പോ ഉമ്മർ ഉസ്താദിന്റെ വീട്ടിൽ ഒരു ദിവസം പോയതാണ്. അന്നപ്പോ ഇവരെ വീട്ടില് കുറെ പ്രൊഡക്റ്റുകൾ കണ്ട്. അപ്പം ഉമ്മർ ഉസ്താദിന് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലിപ്പോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് പേസ്റ്റ് ആണ് എന്ന് വിചാരിച്ച് ഒരു പേസ്റ്റ് വാങ്ങിപ്പോന്ന്. അങ്ങനെ ആ പേസ്റ്റ് വാങ്ങിപ്പോന്ന് ആ പേസ്റ്റ് ഞങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. കാരണം എനിക്കും മക്കൾക്കും സ്ഥിരമായിട്ട് പല്ലുവേദന ഉണ്ടാവുന്ന ആളുകളാണ്. ഞാന് റഷീദ് സാറ് ജോലി ചെയ്യുന്ന മുഴുവൻ ക്യാഷ് എൻ്റെ ശരീരത്തിലാണ് ഡോക്ടറെ കാണിച്ചിട്ടും അല്ലാണ്ടായിട്ട് ചെലവാക്കുന്നത്. കാരണം എനിക്ക് എന്നും പല്ലുവേദനയാണ്. റൂട്ട് കനാൽ ചെയ്യാൻ പോയി എന്താ പറയാ, ഉള്ള ക്യാഷ് മുഴുവൻ അവിടെ തീരാണ്. മക്കളെ അവസ്ഥ അത് തന്നെയാണ്. പക്ഷെ ഈ ഒരു നമ്മളെ ഓൺ ആൻഡ് ഓണിന്റെ ഹെർബൽ പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ ഞങ്ങൾക്ക് പല്ലുവേദനന്റെ പ്രശ്നം വീട്ടിലുണ്ടാവലേ ഇല്ല. അങ്ങനെ ആ പേസ്റ്റ് ഒരു ഗുണം തോന്നിയെന്ന് കണ്ട് പിന്നെ അത് തീർന്നപ്പോ അടുത്ത പേസ്റ്റും ഉമ്മർ ഉസ്താദിനോട് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ 2-3 പ്രാവശ്യം വാങ്ങിയപ്പോൾ ഉമ്മർ ഉസ്താദ് പറഞ്ഞ്, ഇനി നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ റേറ്റ് കുറഞ്ഞു കിട്ടും, ഐഡി അടിച്ചാല് എന്ന് പറഞ്ഞ്. അങ്ങനെ കാക്ക അവിടെ തന്നെ ആധാർ കൊടുത്ത് എന്തോ ദൈവഭാഗ്യത്താൽ അന്ന് ഐഡി അടിച്ചു. ആ അടിച്ചതുകൊണ്ട് പിന്നെ നമ്മള് 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മള് ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ ആ 1 വർഷമായപ്പോഴത്തേനും ഇക്കാന്റെ ഐഡിയില് 35 ലക്ഷം ബിസിനസ് വോളിയോ വന്ന് കിട്ടി. അങ്ങനെ അന്ന് ഐഡി അടിച്ച് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കും. അങ്ങനെ കുറച്ച് നാൾ 1 വർഷം ആവാനായപ്പോൾ ഇക്കാക്ക് യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും ഇക്കയും കൂടി ഒരു ദിവസം ഉമ്മർ ഉസ്താദിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇക്കാക്ക്. അപ്പം ഉമ്മർ ഉസ്താദ് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ച്. അപ്പം പറഞ്ഞ് ഇങ്ങനെ യൂറിക് ആസിഡിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. അപ്പം ഇക്ക പറഞ്ഞ് ഉമ്മർ ഉസ്താദ് പറഞ്ഞ്, എനിക്ക് നമ്മളെ ഈ ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കി, എന്നാല് നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്, അതിനും എനിക്ക് പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞു. അന്നപ്പോ ഞാൻ വെറുതെ ഒരു വാക്ക് പറഞ്ഞ്, ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടാൻ ഞങ്ങൾ 2 പേരും ഇതിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. വെറുതെ ഒരു വാക്ക് പറഞ്ഞിട്ടതായിരുന്നു. അങ്ങനെ അവിടുന്ന് ഐഡി കട്ടാവുന്നതിന്റെ 4 ദിവസം മുന്നെയാണ് ഇവരെ വീട്ടിൽ പോകുന്നത്. അങ്ങനെ നമ്മള് 2 പേരും, ഞാൻ ഇമ്മ്യൂണോത്രി അന്ന് പ്രോബയോട്ടിക് ഇല്ല, ഇമ്മ്യൂണോത്രി അതുപോലെ ലിവഗെയിന്, ഇക്ക യൂറിഫ്ലഷ് ലിക്വിഡും ക്യാപ്സ്യൂളും വാങ്ങി. അങ്ങനെ ആ വാങ്ങിയ പ്രൊഡക്റ്റ് ഉമ്മർ ഉസ്താദ് ആ ഐഡിയിൽ കയറ്റിയതുകൊണ്ട് ഐഡി കട്ടാവാണ്ട് നിലനിൽക്കാൻ കഴിഞ്ഞ്. അങ്ങനെ ഞങ്ങള് ഉപയോഗിക്കാൻ തുടങ്ങി. 3 മാസം ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾക്ക് 1 മാസം തന്നെ ആയപ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് കാണാൻ തുടങ്ങി. തുടക്കത്തിൽ അധികരിച്ച് പിന്നെ ഇങ്ങനെ കുറഞ്ഞു വന്ന് അങ്ങനെ ഞങ്ങൾക്ക് റിസൾട്ട് കാണാൻ തുടങ്ങിയപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. ഇത് മറ്റൊരാളിലേക്ക് എത്തിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ അടുത്ത് അല്ലെ അള്ളാഹുവിന്റെ അടുത്ത് നമുക്കൊരു നന്മയുള്ള ഒരു കാര്യമാണല്ലോ നമ്മൾ ചെയ്യുന്നത് എന്ന് തോന്നി ഞങ്ങൾ ഇതിലേക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഇക്കാക്ക് ഷോപ്പായിരുന്നു, ഹാർഡ്വെയർ ഷോപ്പായിരുന്നു. അപ്പോൾ എന്നോട് അതിന് മുന്നേ ഒക്കെ പറയുന്നത്, നമ്മൾ ഇതൊന്ന് ചെയ്തു നോക്കിയാലോ. കാരണം ഷോപ്പിന്റെ ഓരോ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ ഉമ്മർ ഉസ്താദും പറയുന്നത് ചെയ്തോന്ന് പറഞ്ഞ സമയത്ത് എന്നോട് വന്ന് ചോദിക്കും, നമ്മൾ ഇത് ചെയ്തു നോക്കിയാലോ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട, കാരണം നിങ്ങൾക്ക് അല്ലേ തന്നെ സമയമില്ലാത്ത, കാരണം രാവിലെ 7 മണിക്ക് ഷോപ്പിലേക്ക് പോയാൽ പിന്നെ രാത്രി 10 മണിക്കാണ് വീട്ടിലേക്ക് വരുന്നത്. പിന്നെ ഒന്നിനും സമയമില്ലാത്ത ആളാണ്. അപ്പൊ ഇങ്ങൾക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയൂല, ഇതൊക്കെ പണിയില്ലാത്ത ഉമ്മർ ഉസ്താദിനെ പോലത്തെ കഴിയും, നിങ്ങൾക്ക് ഇത് എന്തായാലും കഴിയൂല എന്ന് പറഞ്ഞു.
അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ നിന്ന് പിന്നെ ഉമ്മറുസ്താദിന്റെ ഉയർച്ച കാണുമ്പോൾ എൻ്റെ ഉപ്പ ചോദിക്കും, അല്ല മോനെ ഇത് അമ്മക്ക് ചെയ്താലോ? അപ്പൊ കാക്കയും പറയില്ലേ, ഇതിനൊന്നും നേരം കിട്ടൂല, ഇതൊക്കെ ഉമ്മറുസ്താദിനെ നടക്കുള്ളൂ എന്ന് അന്നൊക്കെ നമ്മൾ പറയായിരുന്നു. അങ്ങനെ പിന്നെ കൊറോണ സമയത്തൊക്കെ ഷോപ്പ് ഭയങ്കര പ്രതിസന്ധിയിലായി, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നമ്മൾ ഒന്ന് ഏതായാലും ചെയ്തു നോക്കിയാലോ, ഞമ്മക്കും റിസൾട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഫസ്റ്റിലായിട്ട് സാബി സാറ് വീട്ടിൽ പോയിട്ട് ബിസിനസ് അവസരം പറയുന്നത്. അങ്ങനെ സാബി സാറ് പേസ്റ്റിന്റെ വില കേട്ട് 180 പറഞ്ഞപ്പം സാബി സാറ് പറഞ്ഞ്, ഞാൻ കുഴപ്പന്റെ മോനല്ല 180ന്റെ പേസ്റ്റ് ഉപയോഗിക്കാനേന്ന് പറഞ്ഞു. പക്ഷെ അന്നും കുറേ ക്ലാസ് എടുത്തെടുത്ത് പക്ഷെ വഴങ്ങിയില്ല. കാരണം അവിടെയും വൈഫ്, സാബി സാറെ വൈഫ് പറഞ്ഞ ഇതൊന്നും ചെയ്യണ്ട പറഞ്ഞ് സാബി സാറെ വൈഫ് ഇതിനെ കുറിച്ച് കേൾക്കാനേ തയ്യാറായില്ല. അങ്ങനെ 18 തവണ റഷീദ് സാർ എന്തായി, സാബി സാറെ വീട്ടിലേക്ക് പോയി ബിസിനസ് അവസരം പരിചയപ്പെടുത്തി കൊടുത്ത്. പക്ഷെ എന്നിട്ടും 18ാമത്തെ തവണയാണ് ഈ പേസ്റ്റ് ഒക്കെ പറഞ്ഞ്, ഞാൻ എനിക്ക് ഇത് 130 അന്ന് 125 125 തരാം, ഈ ഐഡിയ അടിച്ചാൽ മതി. അപ്പൊ അതിന്റെ കുറച്ച് ഒരു മാസം മുന്നിട്ട് അവിടെ വേറൊരാള് റീറ്റെയിൽ ചെയ്തിട്ട് ഒരു പേസ്റ്റ് അവിടെ കൊണ്ടുവച്ചാണ്, ഇത് 180. അപ്പൊ ആ താത്ത എന്നോട് വേണ്ടാന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഇവിടെ വെക്കി, എനിക്ക് പൈസ പിന്നെ തന്നാ മതി എന്ന് പറഞ്ഞപ്പോ സാബി സാറെ വൈഫ് അവിടെ വാങ്ങി വെച്ച് ക്യാഷ്യരെ കൊടുത്തില്ല. അപ്പം ഇതിന്റെ വില കേട്ടിട്ട് ഓൽക്ക് ഉപയോഗിക്കാൻ പേടിച്ചിട്ട് ഓല അവിടെ എടുത്തു വെച്ചതായിരുന്നു. അപ്പം റഷീദ് സാർ 18ാമത്തെ തവണ അവിടെ പോയി പറഞ്ഞപ്പോഴാണ് സാബി സാറെ വൈഫ് പറയണേ, അതേ പേസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ ഇക്ക, ഞാൻ 180 വാങ്ങിയാണ്, ക്യാഷ് കൊടുത്തില്ല. അപ്പൊ സാബി സാർ പറഞ്ഞേ, എന്നാല് ഈ അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാം, നമുക്ക് ഇത് വാങ്ങാം എന്ന് പറഞ്ഞ് സാബി സാറും ബിസിനസ് തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന്റെ തുടക്കം. ഫസ്റ്റിൽ നമുക്ക് ബിസിനസ്സിന് ആളെ കിട്ടുന്നതും നമ്മൾ തുടങ്ങുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അന്ന് ഞങ്ങള് ഉമ്മറുസ്താദ് ഒരു 50 രൂപ ലാഭം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഈ ബിസിനസ്. പക്ഷെ ഇന്ന് ഞങ്ങളെ വീട്ടിൽ ഓരോ അരി ആയാലും എന്ത് സാധനം, മിഠായി വരെ വാങ്ങുന്നത് മൈലൈഫിന്റെ വരുമാനമാണ്, മറ്റൊരു വരുമാനം ഞങ്ങൾക്കില്ല. അപ്പം ഇത് എന്താ പറയാ, ഈ ഒരു അവസരത്തിൽ ഞാൻ ഉമ്മറുസ്താദിനെ നന്ദി അറിയിക്കുകയാണ്. അന്ന് ഉമ്മറുസ്താദ് ഞങ്ങൾക്ക് ഈ ഒരു അവസരം പറഞ്ഞു തന്നിട്ടില്ല. ഇനി ഒന്നുമില്ല, ഐഡിയ അടിക്കാണ്ട് ഉമ്മറുസ്താദ് റീറ്റെയിൽ മാത്രം ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഈ ഒരു മൈലൈഫിൽ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഈ മൈലൈഫിൽ എത്തിയത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് ഞങ്ങൾക്ക് വീട്ടിലും സാമ്പത്തികമായിട്ടും അതുപോലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ബിസിനസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം ഒരു ട്രഡീഷണൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ട്. കാരണം 13 വർഷം 12 വർഷം റഷീദ് സാറ് സ്വന്തക്ക് ബിസിനസ് ഈ ഹാർഡ്വെയർ ഷോപ്പ് ചെയ്ത്, അതിനു മുന്നേ കുടുംബപരമായിട്ട് ഷോപ്പില് ഇവര് 5 വർഷം നിന്ന് ബിസിനസ് ചെയ്ത്. അന്ന് മുതൽ ഇന്ന് വരെ നമുക്കൊരു മാറ്റിരിപ്പായിട്ട് ഒരു ക്യാഷ് നമുക്ക് മാറ്റി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് മൈ ലൈഫിലേക്ക് വന്നതിന് ശേഷം നമ്മളെ കയ്യിൽ എപ്പോഴും എന്തെങ്കിലും ഒരു പൈസ 1000 ആയാലും 2000 ആയാലും നമ്മളെ കയ്യിൽ ഉണ്ടാവും. നമ്മളെ കയ്യിൽ ഒരു ക്യാഷ് നമ്മളെ നിൽക്കൂല. കാരണം എന്താ, എന്ന് ഷോപ്പിലേക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ കൊല്ലം ഇപ്പം 10 ലക്ഷം ഇട്ട അടുത്ത കൊല്ലം 15 ലക്ഷം ഇടേണ്ട അവസ്ഥയാണ്. എന്ത് ഷോപ്പായാലും അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യേ പറ്റുള്ളൂ. കാരണം ഞങ്ങള് ഓരോരുത്തരോട് വാങ്ങിയിട്ട് നമ്മൾ ഷോപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷെ അത് എവിടെയും കാണാണ്ടാവില്ല. കാരണം എന്താ, ഓരോരുത്തര് സാധനങ്ങൾ കടം വാങ്ങിപ്പോ അത് ചോദിക്കാൻ ചെന്നാൽ നമ്മക്ക് ചീത്തയാണ് കേൾക്കുക. അപ്പൊ ഒരുപാട് പ്രതിസന്ധികളാണ് നമ്മളെ ഈ ഒരു ഷോപ്പ് കച്ചവടത്തിൽ നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ ജീവിതം മുന്നോട്ട് പോകും. ആളുകളുടെ ഇടയിൽ നമ്മൾ ഭയങ്കര സംഭവമാണ്. ഒരു പീടിയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മക്ക് റേഷൻ കാർഡിന് വരെ എന്താണ്, നമ്മള് വലിയ
മേലക്കാടിലേക്കാണ്. കാരണം എന്താ, ഷോപ്പാണ്, ടാക്സ് അടിക്കുന്നോല. പക്ഷെ നമ്മളെ അവസ്ഥ നമ്മക്കും ദൈവത്തിനെ അറിയുള്ളൂ. കാരണം നമ്മളെന്നും കടക്കാരായിട്ട് ഒരു ഷോപ്പ്, ഒരു കച്ചവടമുള്ള ആളുകൾ ഉണ്ടാവുള്ളൂ. പുറമെ നമ്മൾ കോമാങ്ങന്റെ മാതിരി നല്ല ഭയങ്കര പൈസക്കാരെ പോലെ നമ്മൾ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഉള്ളെടുത്ത് നോക്കി എന്നും തിരിമറി ചെയ്യാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ഒരിക്കലും മാനസിക ഒരു സുഖം നമുക്ക് അവിടെ വരാനില്ല. കാരണം ഒരു മോട്ടർ വിറ്റ് അത് 10 കൊല്ലാണ് അതിന് ഗ്യാരണ്ടി ഉള്ളത്, അല്ലെ വാറണ്ടി ഉള്ള. ആ 10 കൊല്ലം നമ്മളെ തലയിൽ എന്താണ് ടെൻഷനാ. ഇനി 2 കൊല്ലം 5 കൊല്ലം എത്ര ആയാലും നമ്മ ടെൻഷനാണ് അവിടെ. ഒരു ഇച്ചിരി വയറൊന്ന് ലൂസാകുമ്പോഴത്തേനും നമ്മളെ വിളിക്കൂലേ, നിങ്ങളെ മോട്ടർ കേടാണ്, അല്ലെ നിങ്ങളെ പൈപ്പ് കേടാ. ഇവർ ഓരോരുത്തർ പറയുന്നത് കേട്ട നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമാണെന്ന് തോന്നും. അമ്മ അതിരി ചീത്തയാണ് ഓരോ കസ്റ്റമറും പറയാ. അതൊക്കെ വന്ന് റഷീക്ക വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോ ആകെ സങ്കടാവും. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ എന്നോട് പറയലുണ്ട്. പക്ഷെ വേറെ എന്ത് ചെയ്യാൻ, ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പിന്നെ എന്നും പണമുള്ളവർക്ക് പണക്കാരനാവാനും കഴിയുള്ളൂ. അപ്പൊ ഇനി നമ്മൾ എവിടുന്ന് പണം ഉണ്ടാക്കും, എന്നാലല്ലേ മറ്റൊരു ബിസിനസ്സിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഞങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് എപ്പോഴും പറയും വേറെ എന്തെങ്കിലും ഒന്ന് പോവണം, ഈ ഒരു ഷോപ്പ് കൊണ്ട് ഒരിക്കലും നടക്കൂല. കാരണം നമുക്ക് മാറ്റിയിരിപ്പ് കഴിയുന്നില്ല, എന്നും കടങ്ങളാണ്. പിന്നെ പണ്ടൊക്കെ ഹാർഡ്വെയർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭം ഉള്ളൊരു മേഖലയായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ അങ്ങോട്ട് പോരുന്നതിനനുസരിച്ച് എന്തായി, ഭയങ്കര പിന്നെ വാശി കച്ചവടമായി. ഒരാൾ 10-ന് വിൽക്കുകയാണെങ്കിൽ 5-ന് വിൽക്കുന്ന രൂപത്തിലായിപ്പോയി. ഇതിനെക്കാട്ടിന് ഓന് ഉയരരുത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് എല്ലാവർക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ആയിപ്പോയി. അവസാനം എത്തുമ്പോ പിന്നെ നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഹാർഡ്വെയർ ഷോപ്പ്. അങ്ങനെ അത് നിർത്തണം, അത് ഒഴിവാക്കണം, വേറെ മേഖലയിൽ ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് ഒരിക്കലും മുന്നോട്ട് പോവില്ല. തോന്നിയതുകൊണ്ട് നമ്മൾ വേറൊന്നും ചിന്തിച്ചില്ല. ഓരോ കൊല്ലം എന്നോട് പറയും ഇനി ഞാൻ ഷോപ്പ് ഒഴിവാക്കട്ടെ. അപ്പൊ ഞാൻ പറയില്ല, നമ്മൾ ഇനി മുന്നോട്ട് ഉയരെയായിരിക്കും. ഈ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് ഇങ്ങനെ പോവലേനി. പക്ഷെ പിന്നെ നമ്മളെ കൊറോണ, അതുപോലെ ഇക്ക വീടിന്റെ മുകളിൽ നിന്ന് വീണീനി. ആ വീണ സമയത്തും കൈ പൊട്ടി 3 മാസം വീട്ടിൽ കിടക്കേണ്ടി വന്ന. ആ സമയത്തും ഷോപ്പ് പറ്റ ഡൗൺ ആയി. പിന്നെ നോട്ട് നിരോധനം, അത് കഴിഞ്ഞ് കൊറോണ, ഇതെല്ലാം കൂടി ആയപ്പം മൊത്തം ഡൗൺ ആയി. ആ സമയത്താണ് നമ്മൾ ഇത് കൂടുതലായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് കൊറോണ കഴിയാനായപ്പോഴാണ് ഞങ്ങൾ നല്ല രീതിയിലേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് ഞങ്ങൾ പാർട്ട് ടൈം ആയിട്ടാ ചെയ്ത്. ഇക്ക ഷോപ്പിൽ സാധനങ്ങൾ കൊണ്ടുവെക്കും, പ്രൊഡക്റ്റുകൾ കൊണ്ടുവെക്കും. അങ്ങനെ ഏതെങ്കിലും കസ്റ്റമർ വരുമ്പോൾ വേഗം താഴേന്ന് ഒരു ഇമ്മ്യൂണോത്രോ എലിവഗെയിനോ എടുത്ത് അതിമേൽ ഇങ്ങനെ കളിക്കും. അപ്പോൾ ആളുകൾ ഇതെന്താ ചോദിക്കും. അങ്ങനെ ആയിരുന്നു തുടക്കത്തിൽ നമ്മൾ ബിസിനസ് ചെയ്തത്. പക്ഷെ അന്നൊന്ന് സ്റ്റാറ്റസ് വരെ വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞമ്മക്ക് ഉണ്ടായിരുന്നത്. കാരണം സ്റ്റാറ്റസ് വെച്ചാൽ പലരും കളിയാക്കും. പിന്നെ വേറെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സ്റ്റാറ്റസ് വെച്ചാല്. അതുവരെ നമുക്ക് അന്ന് തുടക്കത്തിൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഉള്ളിൽ സ്റ്റാറ്റസ് വെച്ച് ഓരോരുത്തരോടും കുടുംബക്കാരോടും ഒക്കെ പറയും. അന്നപ്പം ഞമ്മക്ക് ഫസ്റ്റ് തന്നെ കളിയാക്കലും ചീത്തയാണ് നമ്മൾ കേട്ടത്. ചീത്ത കേട്ടത് എനിക്ക് എൻ്റെ ഉപ്പൻ്റെന്നാ. കാരണം ഈ ബിസിനസ് അവസരം ഫസ്റ്റ് ഞാൻ കേൾക്കുന്നത് ഉസ്താദ് ഇതിനെ കുറിച്ച് പറഞ്ഞന്ന്. പിന്നെ ഞങ്ങളോട് പറഞ്ഞ ഒരു 1 ഡേ ക്ലാസ് ഉണ്ട്, മലപ്പുറത്ത് വരണം, ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്, നിങ്ങൾ പോരണം എന്നാണ്. അപ്പം റഷീദ് സാർ അറിയുന്നൊരു ഡ്രൈവറായിന് ബസ്സിലുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ആ ബസ്സിലൊന്നും നമ്മ പോലെ ശരിയാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നമ്മക്ക് സ്വന്തം കാർ എടുത്ത് പോവാം. അങ്ങനെ ഞങ്ങൾ 2 പേരും മാത്രം ഇവിടുന്ന് കാർ എടുത്ത് മലപ്പുറത്ത് പോയി. കാരണം അന്ന് ഞങ്ങൾ ബസ്സിൽ പോകാത്ത എന്താ വെച്ചാല് ഞങ്ങൾ ഇങ്ങനെ ഒരു നല്ലൊരു ബിസിനസ് നമുക്ക് തോന്നുന്നില്ലല്ലോ. അപ്പൊ മറ്റൊരാൾ കണ്ടാൽ ഇതൊരു മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്താക്കി, കാർ എടുത്ത് പോയി. അങ്ങനെ മലപ്പുറത്ത് പോയി 1 ഡേ ക്ലാസ് കേട്ടപ്പാണ് ഇത് നമ്മൾ വിചാരിച്ച രീതിയിലല്ല, ഇത് അതുക്കും മേലെയാണെന്ന് മനസ്സിലായത്. അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് കേട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ തീരുമാനം എടുത്ത് ഷോപ്പ് ഒഴിവാക്കണം, നമുക്ക് ഇതിലേക്ക് നിൽക്കണം. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ഉള്ളിൽ കത്തി ഞാൻ അന്നപ്പോ പുറത്ത് പ്രകടിപ്പിക്കും. അങ്ങനെ ഞാൻ നേരെ മലപ്പുറത്ത് നിന്ന് വരുമ്പോ മുക്കത്ത് എന്റെ വീട്ടിൽ കയറി ഉപ്പനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ക്ലാസ് ഒക്കെ കേട്ട് വരികയാണ്, ഞങ്ങൾ ഷോപ്പ് ഒഴിവാക്കുകയാണ്.
അന്ന് ഉപ്പ എന്നെ തച്ചിട്ടില്ല എന്നുള്ള നല്ലോണം എനിക്ക് ചീത്ത കേട്ട്. ഈ നല്ലൊരു ഷോപ്പ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തർ പറയുന്ന ഇതിൽ അങ്ങ് കയറും, ഈ അതിനെ വളം വെച്ച് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇന്നെ കുറെ ദേഷ്യം പിടിച്ച്. അപ്പം ഞാൻ ആയിക്കോട്ടല്ലോ ഒഴിവാക്കുന്നൊന്നുമില്ല എന്നാണ് ഉപ്പനെ നൈസായിട്ടായിരുന്നു ഒഴിഞ്ഞ് പോന്ന്. പിന്നെ ഞങ്ങളെ മനസ്സിൽ ഷോപ്പ് ഒഴിവാക്കി, പിന്നെ ഷോപ്പ് ഒഴിവാക്കാണ്ട് തന്നെ ഞങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ തുടർന്ന്. പക്ഷെ കുറെ കഴിഞ്ഞിട്ടും നമ്മൾ ഉമറസ്ത മീറ്റിങ്ങിന് വിളിക്കും, അതുപോലെ രാവിലെ സൂമിൽ കയറണം. ഇതൊക്കെ ഷോപ്പിൽ പോകുമ്പോൾ സൂമിൽ കറക്റ്റ് കയറാൻ കഴിയുന്നില്ല. കാരണം അന്നൊക്കെ 7:30 മണി വരെയൊക്കെ സൂം ഉണ്ടാവലുണ്ടായിന്. അപ്പൊ ആ സൂമിൽ നമുക്ക് കയറാൻ പറ്റുന്നില്ല. കാരണം രാവിലെ ഷോപ്പിലേക്ക് പോകുന്ന തിരക്ക്, എനിക്ക് ചായ ഉണ്ടാക്കുന്ന തിരക്ക്, ഇതൊക്കെ ആവുമ്പോൾ ഒരിക്കലും ഇത് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങള് തീരുമാനം എടുത്ത് ഇനി എന്തായാലും ഷോപ്പ് ഒഴിവാക്കുക. ഷോപ്പ് ഒഴിവാക്കിയില്ല നമ്മൾ ഒരിക്കലും പാർട്ട് ടൈം ആയിട്ട് ഇത് ചെയ്യാൻ കഴിയൂല, ഫുൾ ടൈം ആയിട്ടേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഷോപ്പ് ഒഴിവാക്കാൻ തീരുമാനിച്ച് ഒരു മാസം ഞങ്ങൾ രണ്ടുപേര് ഷോപ്പിലെ സാധനങ്ങളൊക്കെ ഷോപ്പ് വിൽക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷെ ഷോപ്പ് വിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ ഷോപ്പിലെ മുഴുവൻ സാധനങ്ങളും ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളെ നാട്ടില് ഏട്ടന്റെ ഒരു പീഡിയ റൂം ഉണ്ടായിന്, അവിടെ കൊണ്ടിട്ട്, എന്നിട്ട് ഇനി അവിടുന്ന് വേണ്ടിയവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഷോപ്പ് ഞങ്ങൾ ഒഴിവാക്കി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിൽ ഇറങ്ങാൻ തുടങ്ങി. ഇതിൽ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ഫുൾ ടൈം ആയി ഇറങ്ങിയപ്പോഴാണ് ഇതിന്റെ രസങ്ങൾ മനസ്സിലാകുന്നത്. ഇത് നമ്മൾ കുറെ മുന്നേ അറിയേണ്ടീനി, ഇത് ഭയങ്കര സംഭവമാന്നുള്ളത് നമുക്ക് ആ സമയത്താണ് അറിയുന്നത്. അങ്ങനെ ഞങ്ങള് ഇത് തുടങ്ങി. ആ തുടങ്ങിയ സമയത്ത് എനിക്കുള്ള സന്തോഷങ്ങൾ എന്താ വെച്ചാൽ, നമ്മള് എന്നും വീട്ടില് രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കി, പിന്നെ വീട് വൃത്തിയാക്കി, ചോറുണ്ടാക്കി, പിന്നെ രാത്രികാലത്ത് ഉണ്ടാക്കി, ഈ ഒരു പണി തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു എപ്പെങ്കിലും ഒരു സൺഡേ ഒഴിവുള്ള സമയത്ത് നമ്മൾ പുറത്ത് പോകുന്നുള്ളൂ. പക്ഷെ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ അടിഞ്ഞു കൂടി ഇരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് മാനസികമായിട്ട് ഒരു സന്തോഷം കിട്ടുന്നില്ല. ടെൻഷൻ തന്നെ, പല രീതിയിലുള്ള ടെൻഷൻ. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഇല്ലാണ്ട് ദൈവം അള്ളാഹു ഒരാള് നമ്മളെ ഭൂമിയിൽ ഇറക്കൂല. ടെൻഷനോ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളോ എന്തെങ്കിലും ഒരു പ്രയാസം ഓരോരുത്തർക്ക് ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് മറക്കാൻ കഴിയല എങ്ങനെ? നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഫീൽഡ് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴേ നമുക്ക് അത് മറക്കാൻ കഴിയും. പക്ഷെ ഈ എത്ര വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണും ഒരു ജോലിക്ക് പോകാണ്ട് വീട്ടിൽ അടഞ്ഞിരിക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് പ്രഷർ കൂടുക ചെയ്യാം. അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു ഞാനും. കാരണം പഠിക്കുന്ന സമയത്ത് കല്യാണം കഴിച്ചു. പിന്നെ ഓരോ സാഹചര്യങ്ങളാല് പഠിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വീട്ടിലായി, മക്കളായി, അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. ഉമ്മ എപ്പോഴും പറയും, എന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ വലിയ വലിയ ജോലി നേടിയിട്ടോ, ഈ ഇങ്ങനെ നിന്നോ, ഈ എന്തെങ്കിലും പൊയ്ക്കോ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ചിന്തിക്കും, ഇനിയിപ്പോ മക്കളായോടത്ത് ഇനി എങ്ങനെ ഞാൻ വരെ പണിയൊക്കെ വീട്ടിലെ പണി തീർത്ത് പോകുന്ന മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മളെ ബിസിനസ്സും എനിക്ക് കിട്ടുന്നത്. അതോടെ പിന്നെ എനിക്ക് സന്തോഷമായി. മറ്റേ എനിക്ക് സ്കൂളിൽ ബാഗ് ഇട്ട് പോകുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ പൂതിയേനി, അച്ഛന് എനിക്ക് കുറച്ചുകൂടി പഠിക്കേനോ, എന്നാ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യേനോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ആ ആഗ്രഹം മൈ ലൈഫ് ഇപ്പം സാധിപ്പിച്ചു തന്നു. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ, ആദ്യം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അടുത്തുള്ളവരിലേക്കും ഈ ഏട്ടാ പോണ്, പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് വൈകുന്നേരം പോകുമ്പോ ഈ അല്ലേ രാവിലെ പോയി പിന്നെ എന്തിനാ പോണ്, ആ ഒരു ചോദ്യമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായി, ഇപ്പൊ ഞാൻ വീട്ടിലിരിക്കുമ്പോ എന്നോട് അടുത്തുള്ളവർക്ക് നീ പോകുന്നില്ലേ, ഈ എന്താ പോവാത്ത, ഈ ഒരു അവസ്ഥയാണ് ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്. കാരണം നമ്മള് സ്ഥിരമായിട്ട് ഇറങ്ങുമ്പോൾ ഒരു ദിവസം ഇറങ്ങിയില്ലെങ്കിൽ ഇവർ ബിസിനസ് ഒഴിവാക്കിയോ എന്നുള്ള രീതി. അപ്പൊ ഞാൻ പറയും, ഇല്ലെന്ന് ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് വീട്ടിലെ പണിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ പറയാ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തി. മറ്റ് അടുത്തുള്ളവര് നമ്മൾ ഒന്ന് കൊടുവള്ളി പോകുമ്പോഴത്തേനും പിന്നെ വന്ന് വേറെ എവിടെ പോകാണ്ടപ്പോ ഇവരെന്തിനു പോവാ, അങ്ങനെ കുറെ ക്യാമറ കണ്ണുകൾ ഉണ്ടാവും. ഇപ്പൊ ആ ക്യാമറകളൊക്കെ ഇവിടെ അടിച്ചു വയ്ക്കുന്നത്. കാരണം ഇപ്പൊ ഓളെ നോക്കിയിട്ട് കാര്യമല്ല, ഓളോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിലാണ്. അപ്പൊ ഇപ്പൊ എന്താ എനിക്ക് സന്തോഷിച്ച, എനിക്ക് രാവിലെ ഒരു പണിക്ക് ഇറങ്ങിയ ഉച്ച വരെ ആ പണിയെടുത്ത് പിന്നെ ഉച്ചന്റെ ശേഷം കുളിച്ച് ഈ ഒരു അവസ്ഥയായിരുന്നു എന്റേത് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം റഷീദ് സാർ എന്നോട് പറയാണ്, 8 മണിക്ക് നമുക്ക് ഒരു മീറ്റിങ്ങിന് പോകാണ്ട്, അല്ലെങ്കിൽ ഒരാളെ കാണാണ്ട് ഇവയെ ഒരുങ്ങണം കേട്ടോ. ആ സമയം ആകുമ്പത്തേക്കും വീട്ടിലെ പണി കഴിച്ച് മക്കളെ ഞാൻ സ്കൂളിൽ പറഞ്ഞയച്ച്, ഉമ്മ വീട്ടിൽ എക്കാൻ്റെ ഉമ്മ ഉണ്ട്,
പ്രായമുള്ള ഉമ്മയാണ്. അപ്പൊ ഉമ്മക്ക് ഞാൻ ഫുഡൊക്കെ ആക്കി വെച്ച് എല്ലാം ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ. പക്ഷെ ഞാൻ ആ ഒരു 8 മണി എന്ന് പറഞ്ഞാല് ആ സമയത്ത് ഞാൻ എല്ലാം ആക്കി വെച്ച് ഇറങ്ങാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതെന്താണ്, നമ്മുടെ ഉള്ളിൽ അടങ്ങാത്തൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യത്തെയും സാധിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മള് ആഗ്രഹങ്ങളെ പുറത്തെടുക്കുന്നില്ല. എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല, എനിക്കൊന്ന് രാവിലെ ഒന്നും പണി കഴിഞ്ഞ് പോകാൻ കഴിയൂലേ, അതാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ എനിക്ക് കഴിയും, എനിക്ക് നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ചിന്തിച്ചാൽ ഏതൊരു സ്ത്രീക്കും പുറത്തിറങ്ങി ബിസിനസ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പൊ എനിക്ക് എന്റെ പണികൾ നടക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വർക്കിന് പോകുന്നുണ്ട്, മക്കളെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ വീട്ടിലെ കാര്യങ്ങൾ സേഫ് ആക്കിയിട്ടേ ഞാൻ വർക്കിന് ഇറങ്ങും. അത് ഞാൻ കറക്റ്റ്, എന്നോട് റഷീദ് സാർ എപ്പോഴും പറയും ഈ ടൈം ടേബിൾ വെച്ച് ചെയ്യണം, ഈ അതില്ലാത്തത് കൊണ്ടാണ് എൻ്റെ സമയം ഇങ്ങനെ നീണ്ടു പോകുന്നത്. പക്ഷെ അന്ന് ഞാൻ എത്ര ടൈം ടേബിൾ വെച്ച് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് നടക്കില്ലേ. ഇപ്പൊ എനിക്ക് അത് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഉള്ളിൽ അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായത് കൊണ്ട് നമുക്ക് വർക്കിന് പോകണം എന്നുള്ള ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് നമുക്ക് എന്തായി, വീട്ടിലെ പണികളൊക്കെ നമുക്ക് നടക്കും. മക്കളെ നോക്കുന്നതും അത് പോയി വന്നിട്ട് മക്കളെ പഠിപ്പിക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ ഫുഡ് ഉണ്ടാക്കൽ എല്ലാം എനിക്ക് നടക്കുന്നുണ്ട്. അപ്പൊ പലരും നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ പറയും, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് കഷ്ടപ്പാടാണ്, എനിക്ക് ക്യാഷിന്റെ ബുദ്ധിമുട്ടുണ്ട്, പല രീതിയിൽ പറഞ്ഞിട്ട് അവരൊയ്യും. പക്ഷെ എന്തൊരു ബുദ്ധിമുട്ടിന് നമ്മൾ എന്തായ, ഏതൊരു പ്രതിസന്ധിന് നമ്മൾ അത് പോസിറ്റീവ് ആക്കി എടുത്താൽ നമുക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. കാരണം ഇതിൽ വന്ന സമയത്ത് ഉമർ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞ ഒരു 30,000 പ്രൊഡക്റ്റ് എടുക്കണം തുടക്കത്തിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 30,000 പ്രൊഡക്റ്റ് ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ ഒരിക്കലും ഈ ഒരു അവസ്ഥയിലാവില്ല. കാരണം കൊറോണ സമയമാണ്, ഷോപ്പിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ര ദയനീയാണ്. കാരണം ഇങ്ങോട്ട് തരാനുള്ളവർ തരൂല, കൊടുക്കാനുള്ള കമ്പനിക്കാർ വന്നിട്ട് ക്യാഷിന് ചോദിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇനി ഇന്ത്യയിൽ ആകെ ഒരു കമ്മലേ ഉള്ളൂ. അപ്പൊ അതന്നെ ഇപ്പൊ അടുത്ത് ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഒരിക്കലും ആ കമ്മല് വെച്ചിട്ടൊന്നും എനിക്കിപ്പോ ക്യാഷ് തരാൻ കഴിയൂല, പ്രൊഡക്റ്റ് എടുക്കാൻ കഴിയൂല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ചിന്തിച്ച്, ഈ ഒരു കമ്പനിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഞങ്ങളിപ്പോ ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തോണം ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട, കുറഞ്ഞ ഒരു 35,000 ഉമർ ഉസ്താദ് പറയുന്നത് എടുക്കുക, എന്നിട്ട് നമ്മൾ ചെയ്ത് നോക്കുക, വിജയിച്ചാലോ, അങ്ങനെ ഒരു ചിന്ത വന്ന് പിന്നെ ഇതിൽ നമുക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇങ്ങനെ ഒരുപാട് രോഗങ്ങളുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ അടുത്തേക്ക് നമുക്ക് കൊടുക്കാലോ എന്ന് ചിന്തിച്ച് ഞങ്ങൾ എന്താക്കി, എൻ്റെ അവസാനമായിട്ട് പിന്നെ ഞാൻ ഒക്കെ പറഞ്ഞ് എനിക്ക് എവിടുന്ന് ഒപ്പിക്കാൻ കഴിയൂല, ഈ കമ്മൽ എന്നെ വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കമ്മൽ വെച്ച് പ്രൊഡക്റ്റ് എടുത്ത്. ഈ കമ്മൽ വെച്ചതിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. കാരണം അതിന്റെ കുറച്ച് മുന്നേ എൻ്റെ ഉമ്മ കമ്മല് കാണാനായിട്ട് ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞ് ബാങ്കിലായത് കൊണ്ട് എനിക്ക് എടുത്തു തന്നു കഴിഞ്ഞ് എന്നോട് ഇനി അത് ഈ കൊണ്ട് വെക്കരുത്, കാരണം വേറെ എന്ത് വെച്ചാലും മനുഷ്യന്മാര് പറയൂ ഒക്കെ പറഞ്ഞതായിരുന്നു. പക്ഷെ അന്നപ്പോ ഞാന് കാനോട് പറഞ്ഞു, ഇനി ഉമ്മച്ചി ചീത്ത പറയും, പക്ഷെ ഉമ്മച്ചിനെ കാണാണ്ട തട്ടൊക്കെ മറിച്ചിട്ട് പോവല്ലേ, അങ്ങേക്ക് പോവാണ്ടൊക്കെ ഇത് വിറ്റ് തീർന്നാ നമ്മക്ക് ആ ക്യാഷ് കൊണ്ട് സ്വർണ്ണം എടുക്കാലോ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഉമ്മന്റെ അടുത്ത് പോകുമ്പോഴും നല്ല മക്കനൊക്കെ ഇട്ട് ഉമ്മച്ചിനെ അറിയിക്കാണ്ട് പോകും. കാരണം ഉമ്മച്ചിക്ക് ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മള് എന്താ പറയാ, മക്കളെ മേല് സ്വർണം കാണാൻ അമ്മമാരെ ചിന്ത ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ ബിസിനസ് എന്താന്നും കാര്യങ്ങളൊന്നും അവർക്ക് അറിയൂലല്ലോ. അങ്ങനെ ഉള്ള സമയത്ത് ഞാൻ ഈ കമ്മലെടുത്ത് പ്രൊഡക്റ്റ് എടുത്ത്, ഇത് പ്രൊഡക്റ്റ് തീർന്നപ്പോൾ ഉമർ ഉസ്താദ് പിന്നെ എടുക്കാനാ പറഞ്ഞത്. പക്ഷെ ഉമർ ഉസ്താദിന്റെ വാക്കുകൾ ഞങ്ങൾ അന്ന് മുതൽ അനുസരിച്ചത് കൊണ്ട് ഇന്ന് റഷീദ് സാർ RTC, ഞാൻ DTC എത്തി. ഞാൻ പിന്നിന്റെ കമ്മൽ എടുക്കുന്നത് 6 മാസം കഴിഞ്ഞിട്ടാണ്. ഈ 6 മാസം കഴിഞ്ഞ് എടുക്കുന്നതോ എനിക്ക് കിട്ടിയ വരുമാനം കിട്ടിയ ക്യാഷ് കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ കാരണം എന്റെ ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ഇത് പ്രൊഡക്റ്റ് വിറ്റിട്ട് ആ ക്യാഷ് കൊണ്ട് കമ്മലെടുക്കുക. പക്ഷെ ഉമർ ഉസ്താദ് പറഞ്ഞ് കുറച്ച് കാലങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴേ നിങ്ങൾക്ക് ടീം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് പറഞ്ഞത് സത്യമായി. ഉമർ ഉസ്താദിന്റെ ആ വാക്കനുസരിച്ചത് കൊണ്ട് ഞങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കി. അങ്ങനെ ഞങ്ങൾക്ക് ടീം വലുതാവാൻ തുടങ്ങി. സാബി സാർ വന്ന്, സാബി സാർക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സാബി സാറ് ആ ബന്ധത്തിൽ ഒരുപാട് ആളുകളെ കിട്ടി.
അങ്ങനെ നമ്മൾ ഉയരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ ഗോൾഡൊക്കെ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിനോട് ഇപ്പം പ്രൊഡക്റ്റ് എടുക്കുക പറഞ്ഞാൽ ഓരോ കഷ്ടപ്പാടും പ്രയാസമാണ് ആദ്യം നമ്മളോട് പറയുക. പക്ഷെ ഇതിലെല്ലാരും മനസ്സിലാക്കുക, നമ്മളെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യന് ലോകത്തുണ്ടാവില്ല. പക്ഷെ കഷ്ടപ്പാടുകൾ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അവരെന്നും കഷ്ടപ്പെട്ട് പോവുകയുള്ളൂ. പക്ഷെ നമ്മളെ എപ്പോഴും പോസിറ്റീവ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഏറ്റവും റഷീദ് സാറെ കണ്ടവര് പോസിറ്റീവായ കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും പ്രയാസത്തിന് എങ്ങനെ ചൊല്ലി നടക്കൂല. എന്താക്കും എന്നാണ് സങ്കടമായി നടക്കുക, അല്ലെങ്കിൽ മറ്റൊരാളോട് എനിക്ക് പ്രയാസാണ് ഇങ്ങനെ ചൊല്ലി നടക്കൂല. എത്ര ക്യാഷ് ഇല്ലെങ്കിലും എൻ്റെ എല്ലാം എന്നുള്ള വാക്കും മൂപ്പര് പറയൂല. കാരണം ഉണ്ട് എന്നുള്ള ആ ഒരു രീതിയിലേ അവരുണ്ടാവും. കാരണം അതുകൊണ്ടായിരിക്കും ഇന്ന് ദൈവം നമ്മളെ ഇങ്ങനെ നല്ലൊരു ബിസിനസ്സിലേക്ക് എത്തിച്ചത്. നമ്മൾ ഇല്ല എന്ന് പറയുന്നതിനനുസരിച്ച് നമ്മൾ ഭൂമിയിലേക്ക് നശിച്ചു പോവുകയുള്ളൂ. നമ്മളെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെങ്കിലും അത് ഏതെങ്കിലും രൂപത്തിൽ ഇല്ലാണ്ടാക്കാൻ കഴിയും. നമ്മൾ എപ്പോഴും ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ. ഇപ്പൊ നമ്മൾ പലരോടും പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞ് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അവർ പറയും എൻ്റെ കയ്യിൽ ഒന്നുമില്ലേ, ഭയങ്കര കഷ്ടപ്പാടാണ് എന്ന് പറയും. പക്ഷെ ആ ഒരു രീതി നമ്മൾ മാറ്റണം. എന്നാലേ നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. നമ്മള് ഇല്ലാപ്പാട്ട് വീട്ടിൽ ഒന്നുമില്ല, തിന്നാനേ ഇല്ല, ഈ ഇല്ലാപ്പാട്ട് നമ്മൾ പാടിക്കൊണ്ട് നടന്നാൽ നമ്മൾ എന്നും അങ്ങനെ ആയിപ്പോകും. പക്ഷെ അങ്ങനെ ഒരു പാടാത്ത വ്യക്തി ആയതുകൊണ്ടായിരിക്കും റഷീദ് സാർ ഇന്ന് ഈ ഒരു ഉയർച്ചയിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഞങ്ങള് ബിസിനസ് തുടങ്ങി ഈ ഒരു ലെവലിലേക്ക് എത്തി. ഈ ബിസിനസ്സിലേക്ക് എത്തിയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണം എന്ന് വെച്ചാല്, ആദ്യം ഞങ്ങള് ബീച്ചിലൊക്കെ മക്കളെയും കൊണ്ട് പോകുമ്പോൾ ബീച്ചിലേക്ക് എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. അന്നപ്പോഴത്തേക്കും ഷോപ്പിൽ നിന്ന് ആളുകൾ വിളിക്കും, മോട്ടർ കംപ്ലൈന്റ് ആണ്, പെട്ടെന്ന് വരണം, നാളെ ഒരു വീട് കൂടലുണ്ട്. അങ്ങനെ ഒരു വീട് കൂടലിന്റെ സമയത്ത് ബാത്റൂം എന്തോ കംപ്ലൈന്റ് വന്ന്, അങ്ങനെ നമ്മള് മക്കളോട് പറഞ്ഞ് ഇന്ന് ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന്, പെട്ടെന്ന് നമുക്ക് പോവണം, നമുക്ക് നാളെ അങ്ങോട്ട് വരാം, ഇന്ന് തോനെ നിന്നാൽ നാളെ വരാൻ പറ്റൂല എന്ന് പറഞ്ഞ് മക്കളെ സോപ്പിട്ട് എന്താക്കി ഞങ്ങൾ അവിടുന്ന് നൈസായി പോന്ന് ഇവരെ ഈ വീട് കൂടെയുള്ള വീട്ടിൽ പോയി ആ പൈപ്പോ എന്തോ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അത് നന്നാക്കാൻ ചെന്ന്. കാരണം എന്താ വെച്ചാൽ അന്ന് ആ പൈപ്പ് നന്നാക്കിയിട്ടില്ലെങ്കിൽ പിറ്റേന്ന് നമുക്ക് ആ കച്ചവടം, ബാക്കിയുള്ള കച്ചവടങ്ങൾ കിട്ടൂലല്ലോ. അങ്ങനെ നമുക്കൊരു ടൂറ് പോയാലോ അല്ലെങ്കിൽ ഒരു ബീച്ച് വരെ പോയാൽ നമുക്ക് സമാധാനമില്ലാത്ത ജീവിതമായിരുന്നു. പക്ഷെ ഇന്നെന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്നിപ്പോ എനിക്ക് ബീച്ചിൽ പോകണം, ബീച്ചിൽ പോവാം, അല്ലെങ്കിൽ എനിക്ക് നിന്റെ വീട്ടിൽ നിൽക്കാൻ പോകണം, എന്ത് നമുക്ക് വിചാരിക്കുമ്പോ എന്ത് ഈ ഒരു ബിസിനസ് നടക്കുന്നു. മറ്റ് ദിവസവും സമയമൊക്കെ നോക്കിയിട്ടേ നമുക്ക് പറ്റുള്ളായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് ഹെൽത്ത് എന്ന് പറഞ്ഞാല്, അതുപോലെ ഹെൽത്തില് ഭയങ്കര ഇഷ്യൂസ്. എനിക്ക് മൂത്രപ്പഴുപ്പ് ഉണ്ടായിരുന്നു, യൂറിൻ ഇൻഫെക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ആ മാസത്തിൽ ഒരു ഇഞ്ചക്ഷൻ എന്ന രീതിയിൽ ഞാൻ എടുക്കാൻ പോകും. ടാബ്ലറ്റ് കഴിച്ചാലൊന്നും എനിക്ക് മാറൂലേന്. അങ്ങനെ പിന്നെ എനിക്ക് വേറെ ഓരോ വേദനയും പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ വേദനയും പ്രശ്നങ്ങളും എനിക്ക് മാറി കിട്ടി. അതുപോലെ മക്കൾക്ക് പിന്നെ സ്കൂളിൽ പോയാല് കാലുവേദന ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ആ കാലുവേദന ഉണ്ടായി വീട്ടിൽ വന്ന അവര് ഭയങ്കര കരച്ചിലേനി. അത് നമ്മളെ കവചപ്രാശം കൊടുത്ത് മാറി. അതുപോലെ ഇക്കാന്റെ ഉമ്മക്ക് 80 വയസ്സിന്റെ മേലുണ്ട്. അപ്പൊ ഇമ്മക്ക് എപ്പോഴും ഹൈ പ്രഷർ ആയിരിക്കും. അങ്ങനെ ഞരമ്പ് പൊട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു ഹോമിയോ കാണിക്കലുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പ്രഷർ കുറയാത്തപ്പോൾ ഡോക്ടറോട് ചോദിക്കും എന്താ പ്രഷർ കുറയാത്തതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ഓടി തളർന്ന വണ്ടിയാണ്, അത്രേ നീങ്ങുള്ളൂ എന്നൊക്കെ പറയുന്നു. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഞാൻ 11 വർഷമായി ഉമ്മനെ സ്ഥിരമായിട്ട് ആ ഹോമിയോ കാണിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇനി ആ ഹോമിയോ നിർത്തിയിട്ട് ഇനി ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഉമ്മക്ക് പൈട്രസും സ്പൈറുലിനും കൊടുത്ത്. ഉമ്മക്ക് പിന്നെ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വിശ്വസിച്ച് ഉമ്മ കഴിച്ച്. അങ്ങനെ ഉമ്മക്ക് ഇപ്പൊ ഒരു പ്രശ്നമല്ല. പിന്നെ ടെൻഷൻ എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് പ്രഷർ കൂടുള്ളൂ. ആ സമയത്ത് പൈട്രസ് 1 2 എടുത്ത് കൊടുത്താൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ആളുകളൊക്കെ എന്താണ് ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ നമ്മള് ഇൻകം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത്, ഇപ്പൊ 2 ദിവസമായി റഷീദ് സാറ് ഗോവയിലാണ്. അപ്പം ഗോവയിൽ പോകുമ്പോഴും എൻ്റെ കയ്യിൽ ഒരു ക്യാഷും തന്നിട്ടല്ല മൂപ്പര് ഗോവയ്ക്ക് പോയെ. ഇന്ത്യയിൽ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോയതാ. ഞാൻ ഇന്നലെ കൊടുവള്ളിയൊക്കെ പോയി എനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്.
അതൊന്നും അവരെ ക്യാഷ് കൊണ്ടല്ല. അപ്പൊ ഞമ്മക്കൊരു ക്യാഷിന്റെ ഒരു ഫ്രീഡം അത് വല്ലാത്തൊരു സംഭവമാണ്. ആദ്യമൊക്കെ ഞാനൊരു ചുരിദാർ വാങ്ങുകയാണെങ്കിൽ ഇക്കൊന്ന് ചുരിദാർ വാങ്ങിത്തരുമോ എന്ന് വെച്ച് നടക്കണ്ടേനി. അതും നമ്മൾ പ്രൈസ് നോക്കണോ, എത്ര ഇക്കാന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട് അതിനനുസരിച്ചേ വാങ്ങാൻ പറ്റൂ. ഇന്നിക്കൊരു ചുരിദാർ വേണമെന്ന് പറഞ്ഞാൽ ഈ പോയി വാങ്ങിക്കോ, ഇത്ര രൂപന്റെന്നോ വാങ്ങണം എന്നൊന്നൊക്കെ പറയൂല. എന്റെ ഇഷ്ടമുള്ള ഏതാ എടുത്തോ. അങ്ങനെ ഞാൻ ഈ 2500 3000 ചുരിദാറൊന്നും ഞാൻ ആദ്യം ഇടയില്ലേനി. കാരണം എന്തുകൊണ്ട് ഷോപ്പിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയത്ത് നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഈ ഒരു ബിസിനസ് വന്നിട്ട് നമുക്ക് ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടി. പിന്നെ എനിക്ക് ആദ്യം അക്കൗണ്ട് ഒക്കെ തുടങ്ങി വെച്ചിനി. പക്ഷെ ഞാനിങ്ങനെ ചോദിക്കുന്നത് എന്തിനൊക്കെ അക്കൗണ്ട് തുടങ്ങി, അതിലൊരു ഉറപ്പില്ലല്ലോ, നിങ്ങൾക്ക് ഒരു 1000 രൂപയിൽ ഇട്ടേക്കുന്ന കാണാൻ രസമല്ലേ എന്നൊക്കെ പറയേനി. പക്ഷെ ഇന്നിപ്പോ ഒരു 500 രൂപ ആണെങ്കിലും എന്റെ അക്കൗണ്ടിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ക്യാഷ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഒരു മൈ ലൈഫിന്റെ ഒരു ഗുണാണ്. അതുപോലെ ആദ്യം ഞാൻ എന്നും ഉപ്പനോട് ഒരു 500 1000 തരിയെന്ന് വായ്പ ചോദിക്കുന്ന പകരം ഇപ്പൊ ഉപ്പ ഇടയ്ക്ക് അങ്ങാടിയിലോട്ട് കുടുങ്ങുന്ന സമയത്ത് ബേബി വേഗം ഒരു 1000 ഇങ്ങോട്ട് വിട്. അപ്പൊ ഞാൻ ചിന്തിക്കാം, ഞാൻ എവിടോ എത്തി, എന്റെ ലക്ഷങ്ങളോ കോടികളോ ഒന്നുമില്ല, പക്ഷെ എന്റെ ഒരു 1000 രൂപ ആയാലും അത് ചോദിച്ചാൽ കൊടുക്കാൻ പണ്ട് എന്റെ ഇല്ലേനി. പക്ഷെ ഇന്ന് ആര് ചോദിച്ചാലും ഒരു 500 ആയാലും ഇനി 1000 ചോദിച്ചെടുത്ത് 100എങ്കിലും കൊടുക്കാൻ എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ടാവും. അത് നമ്മൾ ഈ ഒരു കമ്പനീന്റെ മെച്ചാണ്. കാരണം നമ്മൾ ജോലി ചെയ്താല് ആ ജോലിന്റെ കറക്റ്റ് ഇൻകം കമ്പനി ആ ആഴ്ച നമുക്ക് വിട്ടു തരുന്നുണ്ട്. അതുകൊണ്ട് ഞമ്മക്ക് എന്താ ഭയങ്കര ഒരു സന്തോഷം. ഞാൻ ഇന്നലൊക്കെ സത്യത്തിൽ സന്തോഷം. കാരണം ഇന്നലെ കൊടുവള്ളി പോയപ്പോ മോള് പറഞ്ഞ് എനിക്ക് നല്ല ജ്യൂസ് വേണം, ഞാൻ പറയുന്നത് എനിക്ക് വാങ്ങി തരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ. അപ്പൊ മക്കൾ പറയുന്നത് നമുക്ക് എന്തും വാങ്ങിക്കൊടുക്കാലോ. ഞാൻ പറഞ്ഞു ആ ജ്യൂസ് വാങ്ങിക്കോ, എനിക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞു. പിന്നെ ഓള് സ്നാക്സ് വേണം എന്ന് അത് വാങ്ങിക്കൊടുത്ത്. പിന്നെ ഉമ്മ ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ വാങ്ങാൻ പറഞ്ഞേന്. അതൊക്കെ എനിക്ക് എന്റെ കയ്യിൽ ക്യാഷ് ഉള്ളത് കൊണ്ട് എന്താ എനിക്ക് വാങ്ങാൻ പറ്റി. അപ്പൊക്കെ ഞാൻ മനസ്സിൽ ഭയങ്കര സന്തോഷിക്കുക. മറ്റ് ആദ്യം ഒരു 200 രൂപ കൊണ്ടുപോയാൽ ആ 200 രൂപയ്ക്ക് കണക്കാക്കിയിട്ട് സാധനങ്ങളെ നമ്മൾ വാങ്ങാൻ പറ്റൂ. നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള മുഴുവൻ വാങ്ങാൻ പറ്റുന്നില്ലായിരുന്നു പണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ കമ്പനി ആക്കി തന്നു. അപ്പം അങ്ങനെ ഒരുപാട് ഫ്രീഡങ്ങൾ ഇപ്പൊ ഞാൻ ഏറ്റവും ഞാൻ എല്ലാരോടും പറയല്, ഞങ്ങളിപ്പോ കപ്പിൾസായി ഇപ്പോഴാണ് ജീവിക്കുന്നത്. കാരണം കല്യാണം കഴിഞ്ഞ് പിന്നെ മക്കളായി പിന്നെ നമ്മൾ ആ ഒരു രീതിയിൽ ഷോപ്പും പ്രശ്നങ്ങളുമായിട്ട് അങ്ങനെ ജീവിക്കും. നമുക്കൊരു ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിയലില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ് ചെയ്തതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോഴാണ് നമ്മള് കപ്പിൾസായി ജീവിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് കേൾക്കണ്ടായിനി, ഫോണിലായിട്ടും അല്ലാണ്ടായിട്ടും. ഇങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭാര്യയും ഭർത്താവും മക്കളെ വീട്ടിൽ വെച്ചിട്ട് അല്ലെ മക്കൾ ഉമ്മാന്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ എന്താക്കണം, പുറത്ത് പോയിട്ട് ഒന്ന് സന്തോഷിക്കണം. അല്ലാണ്ട് എന്നും ഇങ്ങനെ വീട്ടിൽ അടിഞ്ഞു കൂടരുത്. എന്നാലേ ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞ ബന്ധങ്ങൾ കൂടുള്ളൂ. പക്ഷെ പലരും മക്കളാണ് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പുറത്ത് പോകാണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇങ്ങനൊക്കെ മോട്ടിവേഷൻ കേൾക്കുക എന്നല്ലാണ്ട് നമുക്ക് അതിനൊരിക്കലും ഒഴിവില്ല. ഒരു സൺഡേ ഒഴിവുള്ളത് അതന്നെ ഉച്ചവരെ നമ്മൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കണ്ടാവും. കാരണം ഒരാഴ്ചക്ക് വെച്ചൊക്കെ ഞാൻ ചെയ്യാം. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ടാവല്ലോ. അത് ഒരു സൺഡേയിലാണ് ചെയ്ത്. കാരണം ഫാൻ കേടുന്നാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ സൺഡേയിലാണ് വിചാരിക്കുക. അപ്പൊ അന്നും ഞമ്മക്ക് വല്ലാണ്ട് എങ്ങോട്ടും പോകാൻ കഴിയൂല. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ മോട്ടിവേഷൻ കേൾക്കുക അല്ലാണ്ട് നമുക്ക് ഒന്നിനും നടക്കുന്നില്ല. പക്ഷെ ഇന്ന് ആ ഒരു മോട്ടിവേഷൻ കേട്ടതൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നത് ഇപ്പോഴാണ്. ഇപ്പൊ ഒരുമിച്ച് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ എനിക്ക് ഇൻകം വരുന്നുണ്ടോ അല്ലെ എനിക്ക് ഒരുപാട് കിട്ടണം എന്നൊന്നുമല്ല. ഇപ്പൊ മാനസികമായിട്ട് സന്തോഷാണ് ഇപ്പൊ നമുക്ക് ഇതിൽ കിട്ടുന്നത്. അത് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ എന്നോടൊക്കെ പറഞ്ഞ് തുടക്കത്തിൽ എൻ്റെ ഐഡിയും കൂടി വളർത്തിയെടുക്കാൻ ഇപ്പൊ പറ്റൂല, ഇപ്പൊ നമുക്ക് ഇന്റെ 2 മാത്രം കൊണ്ടുപോവാ, എൻ്റെ 2 അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അതില് എനിക്കൊരാളെ റഷീദ് സാറ് തരയില്ലേനി. കാരണം എന്താ എന്നോട് പറഞ്ഞ അത് ഒരുമിച്ച് കൊണ്ടുപോയാൽ ഈ ഭാഗത്തുള്ള ആളുകളെ ശ്രദ്ധിക്കാൻ കഴിയൂല. അതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞെന്താ ആയിക്കോട്ടെ, എനിക്ക് അവിടെ വളർത്തിയില്ലെങ്കിലും
നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് അതിലെടുക്കാം, അന്ന് എനിക്ക് എപ്പെങ്കിലും ഒരു ഇൻകം ഉണ്ടാവില്ല, അത് മതി. പക്ഷെ ഞാൻ വേറെ ചിന്തിക്കുന്നത് ഇവരെ കൂടെ നമുക്ക് ക്ലാസ്സിന് പോവാലോ, അതിന് പ്രശ്നമില്ലല്ലോ. പിന്നെ നമുക്ക് പിന്നെ ഞാൻ എന്നോട് പറഞ്ഞെന്താ ഈ എൻ്റെ ഒപ്പം ബിസിനസ്സിന് എപ്പോഴും പോര്, അങ്ങനെ ആകുമ്പോ ഇനിയിപ്പോ ഒരു ഉച്ചക്ക് ഒരു വീട്ടിൽ കയറുമ്പോൾ ആടെ ഒരു സ്ത്രീകൾ മാത്രമുള്ള വീടാണെങ്കിൽ എനിക്ക് സ്വന്തം അങ്ങോട്ട് കയറാൻ പറ്റൂലല്ലോ. പക്ഷെ ഈ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പൂച്ച പെർമിറ്റ് പോലെ അങ്ങോട്ട് ഉള്ളോട്ടൊക്കെ കയറി നമുക്ക് സംസാരിക്കാലോ. അപ്പൊ അതുകൊണ്ട് ഈയും പോര്. അപ്പൊ അങ്ങനെ പോകാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്ന്. പിന്നെ ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ വെക്കും. നമ്മളെ കേൾക്കം എല്ലാരും മേഡം മേഡം എന്ന് വിളിക്കുമ്പോൾ പിന്നെ കുടുംബക്കാരൊക്കെ കളിയാക്കാൻ തുടങ്ങി, ആ മേഡം അതാ വരുന്ന, ഡോക്ടർ അതാ വരുന്ന, അങ്ങനെ കളിയാക്കാൻ. പക്ഷെ ആ കളിയാക്കലൊക്കെ ഞങ്ങൾക്ക് അവർ രസമായിട്ട് തോന്നി. ഇപ്പൊ സാബി സാർ ആയാലും റഷീദ് സാർ ആയാലും അങ്ങാടിന്ന് പല രീതി, കാരണം ഇൻഷേർഡ് ചെയ്യാത്ത ആളുകൾ ഇൻഷേർഡ് ചെയ്യുമ്പോൾ പല രീതിയിൽ കളിയാക്കുമല്ലോ. തുടക്കത്തിലൊക്കെ അവര് നമുക്ക് വിഷമമുണ്ട്, പക്ഷെ അത് നമ്മൾ സന്തോഷിച്ച്. ഞാൻ നാട്ടുകാരോ കുടുംബക്കാരോ എന്ത് പറയുന്നു ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. അത് തുടക്കത്തിൽ റഷീദ് സാർ എന്നെ പഠിപ്പിച്ചൊരു പാഠം. അനക്ക് നല്ലതാന്ന് തോന്നുന്ന സംഭവം മറ്റൊരാള് എന്ത് പറയുന്ന ഈ ആലോചിച്ച് നിൽക്കണ്ട, എനിക്ക് ചെയ്യാന്നുള്ളൊരു കാര്യം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നിപ്പോ എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട്, ഇത് പ്രൊഡക്റ്റും നല്ലതാന്ന് തോന്നിയത് കൊണ്ട് എല്ലാവരും ഇപ്പൊ വാങ്ങുന്നു ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കുടുംബത്തിൽ തന്നെ എന്റെ സ്വന്തം ബ്രദർ തന്നെ ഇത് ചെയ്യണ്ട കേട്ടോ, ഇത് ചെയ്താലിപ്പോ ഒരു ഡോക്ടർമാർക്ക് കൈകൊണ്ട് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്തിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഓൽക്കൊരു അസോസിയേഷൻ ഉണ്ടാവും, അതുകൊണ്ട് ഓൽക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഈ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുത്താല് പിന്നെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്കൊരു പെങ്ങളെ ഉള്ളൂ, അത് ഞങ്ങൾക്ക് ഇനി താങ്ങാൻ കഴിയൂല കേട്ടോ ഒക്കെ കാക്കാര് പറയണേ. അങ്ങനത്തെ കാക്കാർ ഇപ്പൊ എന്തായി, എന്റെ വലിയ കാക്ക തൈറോയിഡിന് നമ്മളെ പ്രൊഡക്റ്റ് കഴിക്കുന്നത്, ഉപ്പ വെൽഹാർട്ട് കഴിക്കുന്നുണ്ട്, ഉമ്മ ലിവഗൈനും പ്രൊബയോട്ടിക് ഇമ്മ്യൂണോത്രിയും എല്ലാം, അതുപോലെ പിന്നെ ഫാറ്റി ലിവർ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ മോറോ ലൈഫും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രൊഡക്റ്റിന്റെ വീട്ടുകാർ കഴിക്കുന്നുണ്ട്. അപ്പൊ വീട്ടിലിപ്പം ഗൾഫില് ആങ്ങളൊക്കെ ഒരു പേസ്റ്റ് തീർന്നിട്ട് മോന് വിളിക്കുക, എന്നോട് സ്നേഹമുണ്ട്, ഈ ആരെങ്കിലും കയ്യിൽ കൊടുത്തേക്ക് എനിക്ക് പല്ലുവേദനായിട്ട് നിന്നോടാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തി. അപ്പൊ അന്ന് ഈ ഉപ്പായാലും ഉമ്മ ആയാലും ആങ്ങളാരായാലും നമ്മളോട് നിർത്തിപ്പോന്ന് പറയുമ്പോ നമ്മൾ ഇത് ശരിയായി ആണ് എന്ന് തോന്നിയിട്ട് നമ്മൾ നിർത്തിപ്പോയിരുന്നെങ്കിൽ ഇന്ന് ഇവരാരും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കൂല. പക്ഷെ നമ്മക്ക് ശരിയാന്ന് തോന്നി നമ്മൾ ഇതിന്റെ ഒപ്പം നിന്നത് കൊണ്ട് ഇന്ന് ഇവരൊക്കെ നമ്മളെ കൂടെ, ഇപ്പൊ കുടുംബക്കാരൊക്കെ സപ്പോർട്ടായി. ഇന്നലെയും വീട്ടിൽ വന്ന് റഷീദ് സാറെ പെങ്ങളെ മക്കൾ വന്നിട്ട് 2-3 പേസ്റ്റ് ആണ് അവർ കൊണ്ടുവന്നത്. ഇതിൽ ഒരുപാട് തുടക്കക്കാരുണ്ടാവും, ഇവരൊക്കെ മനസ്സിലാക്കാം നമ്മൾ ആദ്യം കളിയാക്കിക്കോട്ടെ, ചീത്ത പറഞ്ഞോട്ടെ, ഇതൊന്നും നമ്മൾ എന്താക്കണ്ട, ഒരു വിലയും വെക്കണ്ട. നമ്മൾ ഈ ഒരു കമ്പനി നല്ലതാണോ, പ്രൊഡക്റ്റ് നല്ലതാണോ എന്നാൽ അത് നമ്മൾ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾക്കൊക്കെ നാളുകളിൽ വിജയിക്കാം. ഇത് എനിക്ക് തീർച്ചയാണ്, എനിക്കും റഷീദ് സാറിനും ഈ ഒരു ലെവലിൽ എത്താൻ പറ്റിയത് ഞങ്ങൾ ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി എടുത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയത്. ആരും ഇനി ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് കരുത്, എനിക്ക് വീട്ടിൽ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ലേഡീസ് പറയുന്ന വിഷയമാണ്, ക്യാഷ് ഇല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല. നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റുക ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ലീഡേഴ്സ് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ചെയ്യും. ഇപ്പൊ ലീഡേഴ്സ് നമ്മളതിൽ എന്തെങ്കിലും തെറ്റ് കണ്ട അതങ്ങനല്ല കേട്ടോ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യണം. കാരണം അല്ല ലീഡേഴ്സിനെക്കാട്ടി വലിയ ഞാൻ ഇന്നെ ഈ പഠിപ്പിച്ച് തരണ്ട എന്ന് പറഞ്ഞ് ചിലപ്പോൾ ലീഡേഴ്സ് നമ്മളെക്കാട്ടി പ്രായം കുറഞ്ഞ ആളായിരിക്കും. അത് വിചാരിച്ചിട്ട് ലീഡേഴ്സിന് പേരെടുത്ത് ഒരു ഒരു ബഹുമാനം കൊടുക്കാണ്ട് നിൽക്കുക, അല്ലാതെ ഒരു പറയുന്ന അനുസരിക്കാണ്ട് നിൽക്കുക ഒന്നും ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു രക്ഷിതാവാണ്. ഞാൻ എപ്പോഴും പറയും, എൻ്റെ ഒരു ഉപ്പനെ കാണും പോലെയാണ് ഞാൻ ഉമറുസ്താദിനെ കാണുന്നത്. കാരണം ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് ഉമറുസ്താദാണ്. നമ്മളെ സ്നേഹിച്ചും ചീത്ത പറഞ്ഞും ഉപദേശങ്ങൾ തന്നും അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ കൊണ്ട് നടക്കുന്നത്. അന്ന് ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മളെ തെറ്റുകൾ കാണുമ്പോൾ ചീത്ത പറയും, അത് നമ്മൾ നല്ലതിനായിട്ട് കാണണം. മറ്റ് നമ്മൾ എന്തെങ്കിലും ചീത്ത പറയുമ്പോൾ
ചീത്താന്ന് ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഓലെന്തിനും എന്നെ അങ്ങനെ പഠിപ്പിച്ച് ഒരാളും ചിന്തിക്കരുത്. ലീഡേഴ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനായ നമുക്ക് വിജയിക്കാൻ പറ്റും. ലീഡേഴ്സിന് സ്വന്തം രക്ഷിതാവിനെ പോലെ കാണുക. അങ്ങനായ നമുക്ക് വിജയിക്കാൻ പറ്റും. ലീഡേഴ്സിനെ മുറുകെ പിടിക്കുക, സ്നേഹിക്കുക. നമ്മളെ ലീഡേഴ്സിനെ നമ്മളെ ഉപ്പനെയും ഉമ്മനെയും കാണും പോലെ കാണാം. നമ്മളെ ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ കാണേണ്ടത് നമ്മളെ മക്കളെ കാണും പോലെയും കാണാം. അങ്ങനായ നമുക്ക് മരണം വരെ ഈ ഒരു ബിസിനസ് നിൽക്കാൻ നമ്മളെ ടീമിനെ ഉയർത്തിക്കൊണ്ടാൻ നമുക്ക് പറ്റും. കാരണം കുട്ടികളെ നമ്മൾ കൊണ്ടെടുക്കാൻ നമ്മള് സ്നേഹിക്കൊന്ന് വീണാൽ നമ്മൾ അവിടെ ഓടിച്ചെന്നെത്തും. അതുപോലെ ഓൽക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ സ്നേഹിച്ച പോലെ കൂടെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ നിന്നാൽ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് നാളുകളിൽ വിജയിക്കാൻ പറ്റും. അതല്ല നമ്മള് ഞാന് വലിയ ആളാണ്, ഇനി ലീഡേഴ്സ് ഒന്നും വേണ്ട എന്ന ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റൂല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മളെ ഈ ഒരു നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുക എനിക്കിപ്പോ ആരും കിട്ടുന്നില്ല, ഇനി ഞാൻ എന്താക്കാം മൈ ലൈഫ് നിർത്തി വേറൊന്നിൽ പോകട്ടെ എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മളൊരു ബസ്സിലൊക്കെ കയറിയാൽ കയ്യും തലയും പുറത്തിടരുത് എന്ന് എഴുതി വെക്കുക. എന്താണ് കയ്യും തലയും പുറത്തിട്ടാൽ വേറൊരു വണ്ടി വന്നാല് അതങ്ങ് എടുത്തു കൊണ്ടുപോകും. അതുപോലെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് നിൽക്കുമ്പോൾ നമ്മൾ ഇതിൽ ഉറച്ചു നിൽക്കുക. അല്ലാണ്ട് അവിടെ ഇതിനെക്കാട്ടും കിട്ടുന്നുണ്ടോ, അവിടെ ഇങ്ങനെ ശരിയാണോ, അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മൾ നിൽക്കരുത്. ഈ കയ്യും തലയും പുറത്തിടരുത് തന്നെ നമ്മൾ മനസ്സിൽ എപ്പോഴും ചിന്തിക്കാം. അങ്ങനെ ഇതിൽ ഇപ്പൊ ഈ ഒരു മാസം നമുക്ക് വരുമാനം ഇല്ലെങ്കിലും നമ്മൾ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം നോക്കുക. അതല്ല ഇതിനെക്കാട്ടി സ്പീഡിൽ കിട്ടുന്ന വരുമാനമുള്ള മേഖല എന്താ നോക്കി ഓടുകയല്ല വേണ്ടേ. കാരണം നമുക്ക് എപ്പോഴും ഒരാളെ പറ്റിക്കാണ്ട് ജീവിക്കുകയാണെങ്കിൽ എന്നും അവർക്ക് ഉയർച്ച ഉണ്ടാവും. അതല്ല പറ്റിച്ച് ജീവിക്കുന്നവർക്ക് ഉയർച്ച തുടക്കത്തിലുണ്ടാവും. പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ആ ക്യാഷ് ഒരു വിധല്ലെങ്കിൽ മറ്റൊരു വിധത്തില് ദൈവം അള്ളാഹു അതെന്താവും മാറ്റും, ഒഴിവാക്കിയിടും. ഇപ്പം കള്ളക്കടത്ത് നടത്തുന്ന പോലായാലും അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നല്ല ക്യാഷ് കയ്യിലുണ്ടാവും. പക്ഷെ അത് വേറൊരു വഴിക്ക് അത് ചിലവാക്കാൻ റബ്ബ് കണക്കാക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഒരു മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളത്തരല്ല, ഗവൺമെന്റിനെ പറ്റിക്കുന്നില്ല, ഒരു സംഭവം നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല. പക്ഷെ ഇനിയിപ്പോ ഒരു കച്ചവടക്കാരായാലും നമുക്ക് എന്തില്ല, മുഴുവൻ ബില്ലും കാര്യങ്ങളും ഗവൺമെന്റിനെ കാണിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഈ മൈ ലൈഫ് എന്താണ്, എല്ലാ കാര്യങ്ങളും കൃത്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ഞാന് എന്റെ ഇക്കാക്കൊക്കെ കാണിച്ചു കൊടുത്ത സംഭവം, എന്റെ ആങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുത്ത സംഭവം TDS കിട്ടിയതാ. ഈ ഒരു TDS ആർക്കാ കിട്ടാൻ? എനിക്കൊന്നും ഒരിക്കലും കിട്ടേണ്ട ആളല്ലല്ലോ ഞാൻ. കാരണം അതിനുമാത്രം വിദ്യാഭ്യാസം സ്കൂളിൽ പോയി വലിയ ജോലി നേടിയ ആളൊന്നുമല്ല. പക്ഷെ എന്നിട്ട് നമുക്ക് ഈ വർഷത്തെ TDS നമുക്ക് കിട്ടി. അപ്പൊ ഗവൺമെന്റിനെ പറ്റിക്കാണ്ടുള്ള കാര്യമാണ് ഇത് എന്ന് പറഞ്ഞപ്പോ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ നമ്മള് ഈ ഒരു ബിസിനസ്സിനെ ഇത്ര നല്ല രീതിയിൽ കണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉയരാൻ പറ്റും. പിന്നെ നമ്മള് എപ്പോഴും അവസരങ്ങൾ നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ അത് ആ ഒരു അവസരം കിട്ടുമ്പോഴായിരിക്കും നമുക്ക് പ്രതിസന്ധികൾ വരും. ചിലർ പറയും മൈ ലൈഫ് തുടങ്ങിയ മുതൽ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാ, ഞാൻ ഇത് ചെയ്യുന്നില്ല പറയും. പക്ഷെ അവസരങ്ങൾ തുടങ്ങുമ്പോഴേ നമുക്ക് പ്രതിസന്ധികൾ വരുള്ളൂ. അപ്പൊ പ്രതിസന്ധികൾ നമ്മൾ എന്താക്കുക, അവസരങ്ങളാക്കി മാറ്റുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താവും, നമുക്ക് എവിടെയും ഉയരാൻ പറ്റും. പിന്നെ നല്ല രീതിയിൽ നമ്മൾ പ്രശ്നങ്ങളൊന്നും മനസ്സിലേക്ക് കയറ്റണ്ട. എനിക്ക് നാളെ എങ്ങനെ വർക്ക് ചെയ്യണം, നാളെ രാവിലെ എങ്ങോട്ട് പോകണം, ഈ ഒരു ചിന്ത മാത്രം എടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഇനി എന്ത് വന്നാലും നമുക്ക് ഒരു മനസ്സിൽ ടെൻഷൻ വരാണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ വെച്ചാല് നമ്മളിപ്പോ കുടുംബത്തിലായാലും നാട്ടിലായാലും കല്യാണം കളിയാട്ടം പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ എവിടെയെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ കല്യാണാണ്, അല്ലെങ്കിൽ അടുത്ത വീട്ടില് തക്കാരുണ്ട് ഞാൻ ഒഴിവാക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. നമ്മൾ ഈ ഒരു ബിസിനസ്സിന് ഒന്നാം നമ്പറായിട്ട് കണ്ടാല് നമുക്ക് അവിടെ കല്യാണോ അല്ലെ വേറെ ഒരു പ്രശ്നവും നമുക്ക് മനസ്സിൽ കയറൂല. ഏതായാലും ഞാൻ എന്തൊക്കെയോ പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉൾക്കൊണ്ട് എന്ന് വിചാരിക്കുന്നു. ഏതായാലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും വ്യക്തപ്പെട്ട് തരിക. ഇനി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണൽ വിളിച്ച് എനിക്ക് പറഞ്ഞു തരാം. എന്നാ എനിക്ക് പിന്നെ ആ തെറ്റുകൾ ഉണ്ടാവില്ലല്ലോ.
ഏതായാലും ഇന്ന് ഇന്നെ ഇതിലേക്ക് ക്ഷണിച്ച റുക്കിയ മാഡത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എന്റെ ലീഡേഴ്സിനും ഉമർ ഉസ്താദ് മുതൽ മേലോട്ടുള്ള എല്ലാ ലീഡേഴ്സിനും ഞാൻ ഇന്ന് ഈ അവസരത്തിൽ നന്ദി പറയാണ്. കാരണം ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു പറയാൻ അവസരം ഉണ്ടാക്കി തന്നത് എന്റെ ലീഡേഴ്സ് ആണ്. അതുകൊണ്ട് ലീഡേഴ്സിനും എന്റെ ഡിസ്ട്രിബ്യൂട്ടർമാർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്. താങ്ക് യു.